മിഴികൾ മിന്നുന്നു, ഓർമ്മകൾ ഉണരുന്നു, മനമുരുകുന്നു. കോളേജ് ഈവൻസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ പാടുന്നതിന് നമ്മൾ പാട്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുമല്ലോ. അപ്പൊ പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പല പാട്ടുകളും ഇറങ്ങുമ്പോ ഈ പിള്ളേര് പലരും ജനിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധോദയം വരുന്നത്. ആ റെക്കോർഡിൽ ആ പാട്ട് പാടിയ പോലെ എനിക്ക് പിന്നെ ഒരിക്കലും ആ പാട്ട് പാടാൻ പറ്റിയിട്ടില്ല. അടിച്ചുപൊളി പാട്ടുകൾ പാടുന്ന പാട്ടുകാരി എന്നുള്ളൊരു ലേബിള് കുറച്ചു നാളുണ്ടായിരുന്നു. ഞാനിപ്പോ ഇന്നത്തെ കാലത്ത് ആണ് ഞാനിപ്പം പാടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു ഡിസ്കോഗ്രഫി എനിക്ക് ഉണ്ടാവും എന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ. കൈതപ്രം തിരുമേനിയുടെ വരികള് അതിലൊരു ഭയങ്കര കടിച്ചാ പൊട്ടാത്ത സാഹിത്യമൊന്നുമില്ല, വളരെ സിമ്പിൾ വരികളാണ്. അപ്പൊ ഫോർ എ 16-year-old ഗേൾ ലൈക്ക് മീ, സുഖമാണി നിലാവ് എന്ത് സുഖമാണി, കാറ്റരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണി സന്ധ്യ, അതിനും ഒരു ഇന്നസെൻസ് ഉണ്ട്. ഇപ്പോ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഈ പാട്ട് ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നു, പാടുന്നു എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ വിന്നാണ്. സോ വെൻ യു ഇമാജിൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? അതെ. ഇമാജിനേഷൻ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റിയാലിറ്റി. അത് എപ്പോഴും അങ്ങനെയാണ്. ശരിക്കും പ്രേമിക്കുമ്പോഴാണ് ഇതൊന്നും അല്ല, സുഖമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ അത് വളഞ്ഞ് തിരിഞ്ഞ് അന്റാർട്ടിക്ക വഴിയാണെങ്കിലും അത് നമ്മുടെ അടുത്ത് എത്തും. മൈ ടേക്ക്, ഞാൻ പഠിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ സ്പേസ് ഓക്കെ ആക്കി വെക്കാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുക, മാക്സിമം ശ്രമിക്കുക. അപ്പൊ എല്ലാം ശരിയായിക്കോളും. ഹലോ, നമസ്കാരം. വൈബ് FM 104.6 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം സഫലമാവുന്ന ഒരു ദിവസമാണ്. നമ്മളൊരു മ്യൂസിക്കൽ ജേർണി ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് വെരി പ്രിവിലേജ്ഡ് എന്ന് പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് മലയാളികളുടെ ഒരു സോങ്സിന്റെ ഒരു ടൈം മെഷീനെ തന്നെയാണെന്ന് പറയാം. ആക്ച്വലി ജ്യോത്സ്ന രാധാകൃഷ്ണൻ, ആൻഡ് വെൽക്കം. നമസ്കാരം. മെല്ലെ ഒന്ന് പാടി എല്ലാരെയും ഉണർത്തിയ ഒരു ഗുജറാത്തി കാലത്തല കെട്ടിയ മലയാളി പെണ്ണ്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നായിരുന്നു. ആക്ച്വലി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഞാൻ നോക്കി പറഞ്ഞു വന്നപ്പോ എനിക്ക് ടൈം മെഷീൻ എന്നല്ല വേറൊരു സംഭവം കിട്ടില്ല. ലൈക്ക് താങ്ക് യു സോ മച്ച്. ഇത്രത്തോളം പാട്ടുകൾ തന്ന് ഈ ഭയങ്കരമായി നമ്മളുടെ ചൈൽഡ്ഹുഡ് ആവട്ടെ, ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റേ പഴയ ഗായികയാക്കി കളയിക്കോട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും കുറച്ചു കാലമായി കുറച്ച് ഒരു 25 വർഷത്തിലേക്ക് എത്തുന്നല്ലേ. സിൽവർ ജൂബിലി ആണോ നമ്മളിപ്പോ ആഘോഷിക്കുന്നത്? 25 ഇപ്പൊ 2002 തുടങ്ങി, 24 നിക്കണു. അടുത്ത വർഷം 25 ആവും. സിൽവർ ജൂബിലിയിലേക്കുള്ള നമ്മളുടെ ആദ്യത്തെ ചുവടും. അങ്ങനെ തോന്നുന്നു 25 വർഷം. എനിക്ക് അത്രയും കാലമായ മാതിരി ഒരു തോന്നലില്ല സത്യം പറഞ്ഞ. കാരണം ഞാനിപ്പോ പാടി തുടങ്ങിയപ്പോ തൊട്ട് നമ്മളിങ്ങനെ ഒരു ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ മെനി തിങ്സ് ഹാപ്പൻഡ്. വളരെ ചെറുപ്പത്തില് തുടങ്ങിയത്. അപ്പോ എനിക്ക് തോന്നുന്നു മ്യൂസിക്കലി മാത്രല്ല പേഴ്സണലി ഒക്കെ ഒരുപാട് എല്ലാവരുടെയും ലൈഫിൽ വരുന്ന പോലെ തന്നെ ഒരുപാട് ഗ്രോത്തും ചേഞ്ചസും എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടായി വരുന്നതിന്റെ ഇടയിൽ 25 വർഷം ഇങ്ങനെ ഓടിപ്പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് വരുന്നത്. റിയാലിറ്റി ഹിറ്റ് ചെയ്യണേ. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കോളേജ് ഈവൻസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ ഇപ്പം എന്റെ പാട്ടുകൾ പാടുമ്പോ ഈ പാട്ടിനെ പറ്റി ഇപ്പൊ പാടുന്നതിന് നമ്മൾ പാട്ടിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുമല്ലോ. അപ്പൊ പറയുമ്പോഴാണ് നമുക്കിങ്ങനെ ഈ പല പാട്ടുകൾ ഇറങ്ങുമ്പോ ഈ പിള്ളേര് പലരും ജനിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധോദയം വരുന്നത്. പക്ഷെ ഐ തിങ്ക് ഈ മ്യൂസിക് എന്നുള്ളൊരു ആർട്ട് ഫോമായിട്ട് സ്ഥിരം ഡീൽ ചെയ്യണോണ്ടായിരിക്കാം ഇങ്ങനെ കുറെ വർഷമായിന്നോ കുറെ കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ ഒരു ഫീലിംഗ് ഇല്ല സത്യം പറഞ്ഞ. മ്യൂസിക് പഴകുന്നില്ലല്ലോ, അപ്പൊ അതായിരിക്കും. ഐ ഗെസ് സോ. അതായിരിക്കാം ചിലപ്പോ കേട്ടോ. കറുപ്പിനഴക് പാടാത്ത ആൾക്കാരുണ്ടോ? 1+1 പാടാത്തവരുണ്ടോ? തെമ്മ പാടാത്തവരുണ്ടോ? ഈ ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ കസിൻസിന്റെ ഒരു കൂട്ടം ഒന്ന് കൂടി വരുമ്പോ ഈ പാട്ടുകളൊക്കെ ഇല്ലാതൊരു മൊമെന്റ് ഇല്ല. ഇത്രയും പാട്ടുകൾ ഇപ്പൊ നോക്കുമ്പോ അത്രയും ഞാൻ പറഞ്ഞ ഇപ്പൊ ഇത്രയും സോങ്സ് ഉണ്ടല്ലോ,
ഇതെല്ലാം അന്നത്തെ ഒരു അടിച്ചുപൊളി പാട്ട് എന്നുള്ള രീതിയിലാണ്. ഈ അടിച്ചുപൊളി പാട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര മെലോഡിയസ് ആയിട്ട് തോന്നുന്നുണ്ട് പല വർഷങ്ങളും. ഇത് അന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പല പാട്ടുകളും കേൾക്കുമ്പോൾ ഇതിൽ ഇത്രയും സംഗതികളൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അടിച്ചുപൊളി പാട്ടില്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്ച്വലി ശരിയാണ്. ഇപ്പൊ ഞാൻ തന്നെ പാടിയ കുറെ പാട്ടുകൾ ഇങ്ങനെ അടിച്ചുപൊളി എന്നുള്ള കാറ്റഗറിയില് അന്ന് അതിൻ്റെ ഉള്ളിൽ ഒതുക്കുമായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു ആ സമയത്താണ്, ഏർലി 2000s ശരിക്കും മലയാളം ഫിലിം മ്യൂസിക്കിലൊരു ചേഞ്ച്. പുതിയ പാട്ടുകാർ, പുതിയ വോയിസസ് വന്നു, പുതിയ അതുവരെ നമ്മൾ കേട്ട് ശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളിലുള്ള പാട്ടുകൾ വന്നു. കുറെ ട്രെൻഡ്സ് കുറെ മാറുന്ന ഒരു സമയമായിരുന്നു. കുറെ പുതിയ മ്യൂസിക് കമ്പോസേഴ്സ് വന്നു. അപ്പോൾ there were a lot of new things ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും നാൾ നമ്മൾ മലയാളത്തിൽ കേട്ട് വച്ചിട്ടുള്ള ജോൺറ ഓഫ് സോങ്സ് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ദി ഓൺലി വേ ടു കാറ്റഗറൈസ് ഇറ്റ്, ഐ ബിലീവ്. അതുകൊണ്ടായിരിക്കാം അതിന് അങ്ങനെ ഒരു. പക്ഷെ ഇപ്പൊ നമ്മൾ പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ കറുപ്പനാഴകാണെങ്കിലും അതിൽ കുറെ ഹാർമണീസ് ഉണ്ട്. അതിൽ ചെറിയൊരു അറബിക് അങ്ങനത്തെ കുറച്ച് എലിമെന്റ്സ് വരുന്നുണ്ട്. തെമ്മ തെമ്മ ഇസ് എൻ ഇൻക്രെഡിബിൾ മെലഡി. അതെ അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ മെലഡി എനിക്ക് തോന്നുന്നു ഐ എം സോ ഓണേർഡ് ദാറ്റ് ഐ കുഡ് സിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പം അതുപോലെ മുത്തുമഴ കൊഞ്ചൽ ഒരു നല്ലൊരു മെലഡി, മെഹർബ മെലഡിയാണ്. അപ്പം പക്ഷെ ഫോർ സം റീസൺ എനിക്ക് തോന്നുന്നു ഒരു ലേബിൾ വീണ് കഴിഞ്ഞാൽ ജനറൽ ഒരു ടെൻഡൻസി എവ്രി വൺ ലൈക്സ് ടു റിലേറ്റ് യു വിത്ത് ദാറ്റ് ലേബിൾ ഓൾ ദ ടൈം. ഇപ്പൊ എനിക്ക് ആ ഒരു ലേബിള് പറയുമ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. സുഖവാണി നിലാവ്, മെല്ലെയൊന്ന് പാടി, ഇതെല്ലാം നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രോപ്പർ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷെ ഫോർ സം റീസൺ അടിച്ചുപൊളി പാട്ടുകൾ പാടുന്ന പാട്ടുകാരി എന്നുള്ളൊരു ലേബിള് കുറച്ചു നാളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം ആയിരുന്നു. ഐ തിങ്ക് എപ്പോഴും എനിത്തിങ് ന്യൂ വന്നു കഴിഞ്ഞാല് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. കുറച്ചു നാളെടുക്കും അതൊന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ലേബിള് ചിലപ്പോ വീണത്. അത് മാത്രല്ല, ലൈക്ക് ഈ അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറയുമ്പോഴേ ഭയങ്കര എഫേർട്ട്ലെസ്, ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ മാത്രം എന്തെത്ര അങ്ങനെ ഒരു സാധനം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എളുപ്പല്ലേ എന്നുള്ളൊരു സാധനം. എളുപ്പല്ലേ, ഇങ്ങനെ ഇരുന്ന് പാടിയ മാത്രം അത് പാട്ടും, ഒന്ന് അടിച്ചുപൊളി പാടിയ അത് ഭയങ്കര ഈ പ്രെജുഡിസ് എന്ന് പറയുന്നത് പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ട് ഫോംസിലും ആ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പം ഇന്ന ജോണറിലുള്ള സാധനമാണ് നല്ലത്, ഇന്ന ജോണറിലുള്ളത് നല്ലതല്ല. ഇപ്പൊ സിനിമയിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും ഇപ്പൊ പടം വരയ്ക്കുന്ന കാര്യത്തിലാണ്, ഇപ്പൊ മോഡേൺ ആർട്ട്, കണ്ടംപററി, ക്ലാസിക്കൽ, there are so many styles അല്ലേ. അപ്പം ഒന്നിനേക്കാളും നല്ലതാണ് അല്ലെങ്കിൽ ഒന്ന് വേറൊന്നിനേക്കാളും സുപ്പീരിയർ ആണ് എന്നുള്ള ഒരു സാധനം പൊതുവെ അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടെൻഡൻസി ടു കാറ്റഗറൈസ് എവറിത്തിങ് ആൻഡ് സേ ദിസ് ഇസ് ബെറ്റർ ദാൻ ദിസ് ഇസ് ബെറ്റർ ദാൻ ദിസ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ലേബിൾസ് വന്നിരുന്നത് അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഇപ്പോ ലോകം ഒരുപാട് ചെറുതായി. ഇപ്പൊ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള മ്യൂസിക്കിനോട് ആക്സസ് ഉണ്ട്. അപ്പം എവ്രിതിങ് ഇസ്, ഞാനൊക്കെ പണ്ടേ ആ ഒരു പക്ഷെ പുറത്ത് പഠിച്ചതിന്റെ ആയിരിക്കാം, പലതരത്തിലുള്ള മ്യൂസിക്കിനോട് എക്സ്പോസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ഐ ഹവ് ഓൾവേസ് ബീൻ എ യൂണിവേഴ്സൽ മ്യൂസിക് ലിസണർ. അങ്ങനെ അല്ലാത്തവർക്കാണ് കൂടുതലും ഇതാണ് നല്ലത്, ഇത് കൊള്ളൂല, അടിച്ചുപൊളി പാട്ട് പാടാൻ ഭയങ്കര എളുപ്പമാണ്, ആർക്കും പാടാം, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആർക്കും പാടാം. ഇന്നത്തെ കാലത്ത് ആർക്കും, ഹൗ ഇസ് ദാറ്റ്? ആർക്കും എങ്ങനെ പാടാൻ പറ്റണേ? പാടാൻ പറ്റണ്ടേ, എന്നാലേ പാടാൻ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ, ഇത് കേൾക്കുമ്പോ ഇങ്ങനെ മൂളാ സുഖമായിരിക്കും, പക്ഷെ അത് രണ്ടുപേരും അടുപ്പിച്ച് പാടാൻ ഭയങ്കര പാടാട്ടോ. There are so many things that go into it. അതിന്റെ വോക്കൽ മോഡുലേഷൻസ് ഉണ്ട്, ന്യൂആൻസസ് ഉണ്ട്. നമ്മൾ കേൾക്കുന്ന ആൾക്ക് ഒരു
എനർജി തോന്നണ്ടേ, അപ്പൊ നമ്മൾ അത്രയും എനർജി കൊടുത്തിട്ട് വേണ്ട പാടാൻ. സോ എന്ത് പാടാനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിക്വയർമെന്റ്സും ബുദ്ധിമുട്ടുകളും ഉണ്ട്. സോ ഐ തിങ്ക് അന്നത്തെ കാലത്ത് വി ആർ ടോക്കിംഗ് അബൌട്ട് എത്ര വർഷമായി, 2 decades കൂടുതലായി. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറിയല്ലോ ഈ ഇൻ ദീസ് ഇയേഴ്സ്. അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെ കുറച്ചൊരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആയതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഡെഫിനറ്റ്ലി ഈ ഒരു ലേബിളിങ്ങിലും ആ ഒരു സാധനത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഐ ഫീൽ ആ സമയത്ത് ഞാൻ വന്നത് എന്തുകൊണ്ട് എല്ലാം കൊണ്ടും നന്നായി എന്ന് തോന്നും. അല്ല, ആ സമയത്ത് ജോത്സ്നയ്ക്ക് മാത്രം പാടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ടായിരുന്നു. അല്ല, ഇറ്റ് വാസ് മെന്റ് ടു ഹാപ്പൻ ദാറ്റ് വേ. കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇന്നത്തെ കാലത്ത് ആണ് ഞാനിപ്പം പാടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു ഡിസ്കോഗ്രഫി എനിക്ക് ഉണ്ടാവും എന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അന്ന് സിനിമയ്ക്ക് പാട്ടുകള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു സിനിമകളില്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ 7-8 പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു അത്. അപ്പം ഫിലിം സോങ്സ് വെർ വെരി ഇമ്പോർട്ടന്റ് ആ സമയത്ത്. സോ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ആ സമയത്ത് വന്നു എന്നുള്ളതും. ഐ വാസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ എവറിത്തിങ് ഇപ്പൊ ഐ കാൺ കംപ്ലെയിൻ. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ചെറിയ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ഇതാണ്, ഒരു ലേബിളിംഗ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി ടു സിംഗ് ദ സോങ്സ് ദാറ്റ് ഐ സാങ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ബട്ട് വാട്ട് കെൻ യു ഡു അബൌട്ട് ഇറ്റ്? യു കാൻ ഡു ഇറ്റ്. ഇറ്റ്സ് സ്റ്റിൽ സർവൈവിങ്. അതാണ് അതിനുള്ള ഏറ്റവും വലിയ ടെസ്റ്റമെന്റ്. അതാണ് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ആളുകൾ അത് പാടുന്നുണ്ട്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ തിങ്ക് അതിനേക്കാളും വലിയൊരു റെക്കഗ്നിഷൻ ഐ ഡോണ്ട് നീഡ്. വൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എക്സാക്ട്ലി, അതെ. നമുക്ക് ഒരു പാട്ടിനെ ഇപ്പോഴത്തെ ഉള്ള പാട്ടുകൾ എല്ലാ പാട്ടുകളും അല്ല, എന്നാൽ നമുക്ക് ചില പാട്ടുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കുറച്ചാൾ കേട്ട് മടുത്തു എന്നുള്ള സാധനം പറയും. പക്ഷെ ഇത് എപ്പം മറ്റേ വീഞ്ഞു പോലത്തെ ആയിട്ടാ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതനുസരിച്ച് കേൾക്കുമ്പോ ഒരു റെപ്പറ്റീഷൻ പ്രശ്നമില്ല. കറക്റ്റ്. അതിന്റെ ഒരു വലിയൊരു ഇതെന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഈ ഷോർട്ട് വീഡിയോ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതായത് വി ആർ സോ യൂസ് ടു എവറിത്തിങ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദീ സ്മോൾ പാക്കേജസ്. നമുക്കും അറ്റൻഷൻ സ്പാൻ ഇല്ല ഇപ്പൊ. നമ്മളൊരു റീൽ എത്ര നേരം ഉണ്ട്? 1 മിനിറ്റ്, 1.5 മിനിറ്റ് മാക്സിമം. 20 മിനിറ്റ് വരെ ഇപ്പൊ റീൽ എടുക്കാം. പക്ഷെ ആരപ്പോ 20 മിനിറ്റിന്റെ റീൽ എടുത്ത് ആരായിരുന്നു കാണാൻ പോണേ? നോബഡി ബോദേഴ്സ്. ആർക്കും സമയവും ഇല്ല, അറ്റൻഷൻ സ്പാനും ഇല്ല. അപ്പോ ഈ പാട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ പുതിയ പാട്ടുകൾ വരുമ്പോൾ അത് റീൽ ഫോർമാറ്റിൽ സോഷ്യൽ മീഡിയയിൽ കേട്ട് ഒരു ട്രെൻഡിങ് സാധനം വന്നാൽ എല്ലാവരും അത് എടുത്തിട്ടത് കേട്ട് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ദിസ് എനിമോർ എന്നുള്ളൊരു സാധനത്തിലേക്ക് വരും. ഒന്ന് നിർത്തോ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. വിച്ച് ഇസ് സോ സാഡ് ആക്ച്വലി. ഇറ്റ്സ് എ വെരി സങ്കടം വരും ഇപ്പം. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് വൈ ഇപ്പം ഞങ്ങളിപ്പോൾ എൻ്റെ കാലഘട്ടത്തൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. അപ്പം പാട്ടുകൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആളുകൾ ടി വിയിൽ വരാനും കേൾക്കാനും, തിയേറ്ററിൽ പോയി കേൾക്കാനും, റേഡിയോയിൽ കേൾക്കാനും ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ഫാക്ടർ ഇപ്പം കുറഞ്ഞു. അപ്പം എനിക്കൊരു ആ ഒരു സമയത്ത് വന്ന പാട്ടുകളായതുകൊണ്ടായിരിക്കാം people still like listening to it. ആ ഒരു മടുപ്പ് എന്നുള്ള ഒരു സാധനം വരാത്തത് എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കാം മേലേമാനത്തിന് ഇന്നും ഇത്രയും ഫാൻ ബേസ് ഉള്ളത്. അന്നത്തെ കാലത്ത് ആൽബംസ് എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതിന് 4 പേര് കൂടെ അപ്പൊ ഒരു ആൽബം ഇറക്കും. അങ്ങനെയായിരുന്നു. there were so many albums that used to come out. അതുപോലെ ഒരു ഭയങ്കര പ്രോജക്റ്റ് ആയിരുന്നു ചെമ്പകമേ. അതെ, ശ്യാം ധർമ്മന്റെ മ്യൂസിക്. ഫ്രാങ്കോ ഏട്ടന്റെ 2 ഹിറ്റ് സോങ്സ് ഉണ്ടായിരുന്നു, ചെമ്പകമേ ആൻഡ് സുന്ദരിയേവ, പിന്നെ എന്റെ മേലേമാനത്ത്. അപ്പം അന്ന് അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് ഇട്ട് അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ എന്തൊരു ക്ലിയർ ആണ് അല്ലേ. പണ്ട് ജൂക്ക് ബോക്സിൽ പോയ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത് കണ്ടിരുന്നു. സോ ഐ തിങ്ക് പിന്നെ ആ പാട്ടിനോട് ഇപ്പൊ അത്രയും ഇഷ്ടം തോന്നാനുള്ളൊരു വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ പ്ലേസ് എ ബിഗ് റോൾ. കാരണം നമ്മള് എന്ത് പാട്ട് കേട്ടാലും നമ്മളത് ആദ്യം റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലെ ഏത് കാലഘട്ടത്തിലാണോ ആ പാട്ട് ഇറങ്ങിയത് ആ കാലഘട്ടത്തിലെ മെമ്മറീസ് ഒക്കെ നമ്മൾ ആ പാട്ടായിട്ട് റിലേറ്റ് ചെയ്യും. അപ്പോ
100% ആ പാട്ട് തിരിച്ചു കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ പാട്ടുകൾ എന്ത് രസമായിരുന്നു കേൾക്കാൻ എന്ന് പറയണ മാതിരി തന്നെ അതൊരു വിഷ്യസ് സൈക്കിളാണ്. ഇനി ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകള് ഇനിയൊരു another 20 years കഴിയുമ്പോൾ ഇപ്പോഴത്തെ ടീനേജേഴ്സിന് അത് നൊസ്റ്റാൾജിയ ആവും ആഫ്റ്റർ 20 years. അപ്പൊ ഒരു സൈക്കിളാണ്, ഒരു ലൂപ്പാണ്. ഇറ്റ് വിൽ കീപ് ഹാപ്പനിങ്, ഒരു വിഷ്യസ് സൈക്കിള് പോലെ. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ റീസൺ ഐ തിങ്ക് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ പാട്ടുകളോട് ഇത്ര ഇഷ്ടം തോന്നുന്നത്. ബിക്കോസ് ഒന്നാമത് ഈ നൊസ്റ്റാൾജിയ, പിന്നെ ഐ തിങ്ക് അന്നത്തെ കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാലമായിരുന്നു. ആളുകൾക്ക് ഇത്ര തിരക്കില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഇന്നത്തെ പോലെ ഇങ്ങനെ ഈ ഓട്ടപ്പാച്ചിലില്ല. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നത്. കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു. യു ഡിഡ്ന്റ് ഹാവ് ടു കോൺസ്റ്റന്റ്ലി കീപ് പ്രൂവിങ് യുവർ സെൽഫ് ഓൾ ദ ടൈം. ഇപ്പൊ അതല്ലേ സോഷ്യൽ മീഡിയ വന്ന പിന്നെ പിയർ പ്രഷർ, അയ്യോ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ ഐ വിൽ ഫോൾ ബിഹൈൻഡ്. ആ ഒരു റാറ്റ് റേസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇൻ ദീസ് ലാസ്റ്റ് 20 years. അപ്പൊ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഐ ഫീൽ ആ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാലഘട്ടം, നല്ല മെമ്മറീസ് ഉണ്ടായിരുന്ന കാലഘട്ടം പലരും ഓർക്കുന്നോണ്ടായിരിക്കാം ഈ പാട്ടുകളോടൊക്കെ ഇത്രയും ഇഷ്ടം. പിന്നെ ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ഗോസ് ടു ക്രിയേറ്റ് ചെയ്തവര്, എഴുതിയവര്, കമ്പോസ് ചെയ്തവര്. എനിക്ക് 2 വരി. മേലെ മാനത്ത് താരകൾ മിന്നുന്നു, ഓർമ്മകൾ ഉണരുന്നു, മനമുരുകുന്നു, പ്രിയനെ നീ ഇന്ന് വരും, നിഴലായി ഞാൻ കൂടി വരാം, കുളിർ മഞ്ഞിൻ കാറ്റായി തഴുകാമോ. മതി മതി, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആണ്. ഞാൻ പോയി ൊക്കെ പോയിട്ട് ഇങ്ങനെ വിളിച്ച് 0.62 നമ്മൾ വിളിച്ച് ആ മറ്റേ ഞെക്കുന്ന ആ ഒരിടത്തിലേക്ക് എത്തി. സുഖമാണി നിലാവിലേക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 16 അല്ലേ, ഒരു 16 വയസ്സിൽ പാടി കേട്ട. എങ്ങനെയാണ് അത്രയും ഭാവം ഉൾക്കൊള്ളുന്നത് ആ പാട്ടിൽ ആ ഒരു പ്രായത്തിൽ? ലൈക്ക് ഭയങ്കര സുഖാണ്. ഞാൻ നേരത്തെ പറയില്ല, അത് കേൾക്കാൻ തന്നെ സുഖാണ്. ഈ ഒന്നും അറിയാണ്ട് പാടുമ്പോ അതിനൊരു ഇന്നസെൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് വാട്ട് കെയിം ത്രൂ ഇൻ സുഖമാണി നിലാവ്. കാരണം അത് പാടുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, ലൈഫിലൊരു എക്സ്പീരിയൻസ് ഇല്ല. പാട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ട്രെയിനിങ് ഉണ്ടായിട്ടില്ല. അതായത് ഒന്നും അറിയാണ്ടാണ് ഞാൻ ആ പാട്ട്. സോ എനിക്കൊരു ബയസ് ഇല്ല എൻ്റെ മനസ്സിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന രീതിയിൽ ചെയ്ത് ശരിയാവില്ല, ഇത് നമുക്ക് കുറെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള കുറെ കണ്ടീഷനിങ് വരുമല്ലോ നമ്മുടെ മനസ്സിൽ. അതൊന്നും ഇല്ലാത്തൊരു സമയത്താണ്, വളരെ പ്യുവറായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ പാട്ട് പഠിച്ച് പാടിയത്. സോ ഐ തിങ്ക് അത് പഠിപ്പിച്ചു തരുമ്പോൾ ഐ വാസ് ഏബിൾ ടു റിസീവ് ഇറ്റ് ഫുള്ളി വെൻ ഐ വാസ് ബീങ് ടോട്ട് ദാറ്റ് സോങ്. മോഹൻ സിത്താര സാർ ആ പാട്ട് എനിക്ക് ഹാർമോണിയത്തിൽ പറഞ്ഞു തരുമ്പോൾ, പിന്നെ ആ പാട്ടിന്റെ വേറൊരു കൈതപ്രം തിരുമേനിയുടെ വരികള്, അതിലൊരു ഭയങ്കര കടിച്ചാ പൊട്ടാത്ത സാഹിത്യമൊന്നുമില്ല, വളരെ സിമ്പിൾ വരികളാണ്. അപ്പൊ ഫോർ എ 16-year-old ഗേൾ ലൈക്ക് മീ, സുഖമാണി നിലാവ് എന്ത് സുഖമാണി, കാറ്റരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണി സന്ധ്യ, അതിനും ഒരു ഇന്നസെൻസ് ഉണ്ട്. ഇറ്റ്സ് സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഐ തിങ്ക് ആ സിംപ്ലിസിറ്റി ഹെൽപ്ഡ് മീ. എനിക്കത് ഒരു പക്ഷെ അത് ഭയങ്കര കവിതയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അതിന്റെ എസെൻസ് അത്രയും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നിരിക്കാം എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു. സോ ഐ തിങ്ക് ഐ വാസ് വെരി ഓപ്പൺ ടു വാട്ട് മോഹൻ അങ്കിൾ വാണ്ടഡ് മീ ടു ഡു. എനിക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും, മോൾ അവിടെ അങ്ങനത്തെ ഒരു ഫീൽ കൊടുത്ത് പാടൂ. അപ്പൊ അങ്ങനെ ഹി വാസ് ഓൾസോ വെരി പേഷ്യന്റ് വിത്ത് മീ. അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട്, ഇത് കുറെ പേർക്ക് അറിയാം, ഇതിന്റെ ഇടയിൽ എന്നെ കൊണ്ട് ഒരു ഇംഗ്ലീഷിന്റെ ഒരു 4 lines പാടിപ്പിച്ചു ആ ഒരു മൂഡിലേക്ക് വരാനായിട്ട്. അങ്ങനെ ചെയ്ത ഒരു സാധനമാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വൈ ഐ വാസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് ആ റെക്കോർഡിൽ ആ പാട്ട് പാടിയ പോലെ എനിക്ക് പിന്നെ ഒരിക്കലും ആ പാട്ട് പാടാൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നി, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് വെരി 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 പേഴ്സണൽ ഒബ്സർവേഷൻ ആണ് എൻ്റെ. ആ പാട്ട് റെക്കോർഡിൽ വന്ന പോലെ അത്രയും ജസ്റ്റിസ് കൊടുത്ത് എനിക്ക് ആ പാട്ട് എവിടെയും പാടാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതെന്റെ ഒരു പേഴ്സണൽ ടേക്ക് മാത്രമാണ്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. ബട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, there was something extra about
ഹൗ ദാറ്റ് സോങ് കെയിം ഔട്ട്. അതായത് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് എല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു സാധനം ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഇത് ഞാൻ തന്നെയാണോ, അതായിരുന്നു എന്റെ ഫസ്റ്റ് റിയാക്ഷൻ. അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ. ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. പക്ഷെ അത് ചില മൊമെന്റ്സ് നമ്മൾ പറയില്ലേ, there's a certain magic that happens ചില മൊമെന്റ്സിൽ. അതിന്റെ ക്രിയേഷന്റെ സമയത്ത് എന്തോ ഒരു മാജിക് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ദാറ്റ് സോങ് കെയിം ഔട്ട് ലൈക്ക് ദാറ്റ്. അപ്പം പിന്നെ ഈ പറയുന്ന ഒരു കാര്യത്തിനും എനിക്ക് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇത്രയും പാട്ടുകൾ പാടി എന്നുള്ളതാണെങ്കിലും അതിത്രയും ലൈക്ക് നല്ല പാട്ടുകൾ പാടാൻ പറ്റി എന്നുള്ളതാണെങ്കിലും ഇറ്റ് ഇസ് സ്റ്റിൽ സർവൈവിങ് എന്നുള്ള കാര്യത്തിലാണെങ്കിലും, ബിക്കോസ് ഫിലിം മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എൻ്റെ സിംഗിങ് മാത്രമല്ല, അതിൽ വരി എഴുതിയ ആളുണ്ട്, കമ്പോസ് ചെയ്ത ആളുണ്ട്. സോ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ആ സമയത്ത് മോഹൻ അങ്കിളെ പോലെ ഒരു കമ്പോസറിൻ്റെ ഫസ്റ്റ് പാട്ട് പാടാൻ പറ്റുക. പിന്നെ ഐ വർക്ക് വിത്ത് ഔസേപ്പ് ബച്ചൻ സാറ്, ജാസി ഏട്ടൻ, ദീപക് ഏട്ടൻ, എം ജയേന്ദ്രൻ സാറ്. ആ സമയത്തുള്ള എല്ലാം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, രാഹുൽ രാജ്, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അൽഫോൻസ് ഏട്ടൻ, കമ്പോസേഴ്സിൻ്റെ കൂടെ അലക്സ് പോൾ, ഇവരുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. സോ ഇറ്റ് വാസ് an amalgamation of so many factors. അപ്പോൾ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല, ടു ബി ഓണസ്റ്റ്. സോ യാ, കമ്മിങ് ബാക്ക് ടു സുഖമാണി നിലാവ്, ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, എനിക്കറിയില്ല. എനിക്ക് ഐ എം ട്രൈങ് ടു ഫൈൻഡ് ആൻസേഴ്സ്. എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇന്നസെൻസ് കൊണ്ടായിരിക്കാം എനിക്ക് ആ പാട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത്. ഇന്നസെന്റ് ആയിട്ടുള്ള ലവ് ആണല്ലോ അതിനകത്ത് കാണിക്കുന്നത്. 100%. കാരണം അന്ന് നമുക്ക് പ്രേമിച്ചൊന്നും അനുഭവമില്ല. നമ്മുടെ മനസ്സിൽ കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. പ്രേമിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ധാരണ മാത്രമേ ഉള്ളൂ. സോ വെൻ യു ഇമാജിൻ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഇമാജിനേഷൻ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റിയാലിറ്റി. അത് എപ്പോഴും അങ്ങനെയാണ്. ശരിക്കും പ്രേമിക്കുമ്പോഴാണ് ഇതൊന്നും അല്ല, സുഖമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അവന് ഇമാജിനേഷനിലാവുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇമാജിൻ ചെയ്യാമല്ലോ. ഞാൻ രാവിലെ വരുമ്പോ കേട്ടതാണ് വെയിൽസില്ല എന്നുള്ള പാട്ട്. അതില് ഇപ്പൊ നമ്മള് ലൂസിഫറിലെ പാട്ട് കേൾക്കുമ്പോ ഈ ഒരു ത്രോട്ട് എങ്ങനെ, ഈ ഒരു വോക്കൽ എങ്ങനെ വേറൊരു രീതി യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട് ആൾക്കാര് ലൂസിഫർ വന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇത് കേട്ടപ്പോ ഓക്കെ, ജോസ്നയുടെ വേറൊരു ഒരു കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ള ഒരു വോയിസിൽ ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്തതുപോലെ തോന്നി. വെയിൽസില്ല എങ്ങനെയാണ് ശരിക്കും? എനിക്കൊരു സ്നേഹക്കൂടുതലുള്ള പാട്ടാണ് വെയിൽസില്ല. വിഷ്ണു, മോഹൻ സിത്താര സാറിന്റെ മകൻ വിഷ്ണു ആണ് കമ്പോസ് ചെയ്തേക്കുന്നത്. അത് ആക്ച്വലി അത് സ്കെയില് വളരെ ലോ ആണ്. സീലാണ് പാട്ട് കമ്പോസ് ചെയ്തേക്കുന്നത്, നല്ല ലോ സ്കെയിലാണ്. ഞാൻ വളരെ അപൂർവം അത്രയും ലോ സ്കെയിലുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളൂ. അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ഞാൻ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ തന്നെ ഐ ഗോട്ട് വെരി എക്സൈറ്റഡ്, ബിക്കോസ് എനിക്ക് കുറെ എക്സ്പെരിമെന്റ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു പാട്ട് പോലെ. പിന്നെ വിഷ്ണു ഭയങ്കര ഡു യുവർ തിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പാടിയതാണ്. പിന്നെ അത് ഇഷ്ടപ്പെടുന്നത് ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിരുന്നു ആ പാട്ടിന്. ആൻഡ് വിഷ്ണുവാണ് അതിന്റെ ഫസ്റ്റ് വേഴ്സ് പാടിയേക്കണത്. ബാക്കി 2 ചരണം ഞാനാ പാടിയേക്കണത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ് അതിന്റെ വരികൾ എഴുതിയേക്കണത്. കവിതയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതില്. എല്ലാം കൂടി വന്നപ്പോ നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുമ്പോ ആസ് എ സിംഗർ യു ആർ ഓൾസോ വെരി എക്സൈറ്റഡ് ടു ഡു ഇറ്റ്. ആ വരി ഭയങ്കരമായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ ആ കാത്തിരിപ്പില്ലേ, ഒരു അമ്മയുടെ കാത്തിരിപ്പ് ഭയങ്കരമായി റിഫ്ലക്ട് ചെയ്യുന്ന എന്തോ ഒരു പ്രത്യേകത ആ വരിയിൽ പാടുമ്പോ എന്തോ ഇട്ടിട്ടുള്ളത് പോലെ ഉണ്ട്. ഒരൊറ്റ വരി ഭയങ്കര കൊള്ളും. നമുക്കൊരു കൺസീവ് ആയിരിക്കുന്ന എന്റെ ചേച്ചി അത് കേൾക്കുമായിരുന്നു. ചേച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾ എപ്പോഴും കേൾക്കുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പരിപാടിക്ക് വരുമ്പോ ഇങ്ങനെ പറയും. അപ്പൊ ചേച്ചിയെ രാവിലെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എല്ലാ പാട്ടും നോക്കിയായിരുന്നോ, ഈ പാട്ടുകളും കൂടി നോക്കേ എന്ന് പറഞ്ഞിട്ട് അയച്ചു. അപ്പോഴാണ് ഞാൻ വെയിൽസില്ല, ശരിയാണല്ലോ, അപ്പൊ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് വിട്ടു. നമുക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിലും കുറെയൊക്കെ ഐ ഫീൽ പ്ലേ ബാക്ക് സിംഗിങ് ഓൾസോ ഇൻവോൾവ്സ് ഒരു തരം വോയിസ് ആക്ടിങ്ങും കൂടിയാണത്. അതെ. നമ്മളൊരു അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളണം എന്ന് പറയില്ലേ, ത്രൂ ഡയലോഗ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതുപോലെ നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മുടെ പാട്ടിലൂടെ നമ്മൾ ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളണം. ബിക്കോസ് ഇതൊരു സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ്,
ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായില്ല. ആ ക്യാരക്ടറിന്റെ പല ഇമോഷൻസ് ഉണ്ട് അതില്. പിന്നെ വരികൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ഈ വോക്കൽ ടെക്നിക്സ് മാത്രമല്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമാജിനേഷൻ, എ ലോട്ട് ഓഫ് ഇപ്പം ഇങ്ങനെ ആയിരിക്കാം അവരാലോചിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കാം ഈ പാട്ടിന്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം അതെല്ലാം നമ്മൾ മൈൻഡിൽ വെച്ച് പാടുമ്പോഴാണ് ഇങ്ങനെ ഒരു റിസൾട്ട് അതിന് വരണ is what I feel, because it's not just singing. ഇത് ശരിക്കും ഒരു നമ്മളൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവുന്ന പോലെയാണ്. only thing is നമ്മൾ പാടുന്നു, അതാണ് വ്യത്യാസം. ആ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് കൺവേ ആവണമല്ലോ. കൺവേ ആവണം. എക്സാക്ട്ലി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൃദയവും ഇറ്റ്സ് അങ്ങനെ ആ ഭയം എന്നുള്ള സംഭവത്തിന് ഞാൻ കേട്ടിരുന്നു. ഭയങ്കര രസമുള്ളൊരു പാട്ട്. പിന്നെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ റോഷൻ സാർ ഉണ്ടായതിന്റെ ഒരു വ്യത്യാസമാണത്. ഡയറക്ടർ തന്നെ നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം പറഞ്ഞു തരുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എന്താണ് ഉദ്ദേശിച്ചത്. ബ്രീഫ് ആ പാട്ടിന്റെ ലവ് സോങ് ആണെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് എടുത്തു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഓരോരോ വരിയായിട്ട് പുള്ളിയുടെ മനസ്സിൽ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അത് വരണം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ സമയം എടുത്തു പാടിയതാണ്. കുറെ റീടേക്ക് പോയ പാട്ടാണോ? അപ്പൊ കുറച്ച് സമയം എടുത്ത് പാടിയതാണ്. ബിക്കോസ് റോഷൻ സാർ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. പുള്ളിയുടെ മനസ്സിലുള്ള സാധനം തന്നെ വരണം എന്നുള്ളത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. അപ്പൊ ഇറ്റ് ടുക്ക് ടൈം, സമയം എടുത്തിട്ടാ പാടിയത്. അരികിലായി വന്നു ചേരാൻ കൊതിയും അരികിലാകുന്ന നേരം ഭയവും ഇന്നാളും തോരാതെയൊന്നും മിണ്ടാതെ നീ എന്റേതാകാനല്ലേ താളം തുള്ളുന്നു. അയ്യോ ദുംതനക്കം അതിങ്ങനെ അതും ഇങ്ങനെ ഭയങ്കരമായിട്ട് അലയടിച്ചോണ്ടിരിക്കുമെന്ന് പറയില്ലേ ഹൃദയത്തില്. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. മെജോന്റെ പാട്ട് ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് പാടുന്ന ഒരു നോൺ ഫിലിം പാട്ടാണ്. മെജോന്റെ കോമ്പോസിഷൻ എനിക്ക് തോന്നുന്നത് അറേഞ്ച് ചെയ്തേക്കുന്ന ഗോപിയാണ്, ഗോപി സുന്ദറാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോമ്പോസിഷൻസ് ഐ ഫീൽ മെജോന്റെ. ഭയങ്കര. പിന്നെ നോട്ട്ബുക്ക് ആ ആൽബം തന്നെ ഭയങ്കര എത്ര നല്ല രസമുള്ള പാട്ടുകളാണത്. നല്ല മ്യൂസിക്കൽ ആൽബമാണ് ശരിക്കും. അപ്പോ മെജോ has done something fantastic with that album. ശരിക്കും മെജോന്റെ ഒരു മാഗ്നം ഓപ്പസ് എന്ന് പറയാം. ഹിസ് ബെസ്റ്റ് വർക്ക് ടു ഡേറ്റ് നോട്ട്ബുക്ക്, നോ ഡൗട്ട്. ഫോർ ദ പീപ്പിൾ റീ റിലീസ് ഒക്കെ ആവാന്ന് കേൾക്കണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ജോൾസിനെ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ലേ? നിന്റെ എപ്പോഴും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടോണ്ടിരിക്കുന്ന പാട്ടുകൾ, അതിനെ എങ്ങനെയാ കാണുന്നത് ശരിക്കും? അത് ഇറ്റ്സ് ലൈക്ക് ഒരു ഈ വിഷ്യസ് സൈക്കിൾ ഓഫ് ടൈം ന്റെ ഒരു റിമൈൻഡർ ആണത്. നമ്മുടെ വർക്ക് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വരാനുള്ളത് നമുക്ക് വരും എന്നുള്ള ഒരു ബിലീഫ് ഉണ്ടല്ലോ. എനിക്ക് ദാറ്റ് ഇസ് വാട്ട് കംസ് ടു മൈൻഡ് വെൻ ഐ ഹിയർ ദിസ്. അതായത് ഇപ്പോഴും ആളുകൾ കേൾക്കുന്നുണ്ട് ഈ പാട്ടുകൾ. 20-22 വർഷം മുമ്പ് വന്ന പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് for me that is what comes to my mind. അതായത് I was able to stick through it എന്നുള്ളത്. ഞാൻ പോയിട്ടില്ല, 2-3 വർഷത്തിന് ശേഷം ഞാൻ പോയിട്ടില്ല. I'm still here thankfully. ജാസി ഗിഫ്റ്റ് എങ്ങനെയാണ് ആ ഒരു കൊളാബറേഷൻ ശരിക്കും? ജാസി ഏട്ടൻ is one of the coolest human beings on the planet എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ഇത്രയും ചില്ലായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് കമ്പോസേഴ്സ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ജാസിയുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നല്ല സാധനം നമ്മൾ പാടി കേറി വാ എന്ന് പറയാം അവിടെ ഇരുന്നിട്ട്. വെരി വെരി ചിൽ സിംഗറിന് 100% ഫ്രീഡം തരുന്ന ഒരു സിംഗറാണ്. അപാരമായിട്ടുള്ള മ്യൂസിഷ്യനാണ്. ആൻഡ് ഐ ലുക്ക് അപ്പ് ടു ഹിം ഇൻ മെനി വേസ്. കാരണം അദ്ദേഹം അന്ന് കണ്ട അതേ ജാസി ഫോർ ദ പീപ്പിളിന്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൃപ്പൂണിത്തുറ പൂജ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അദ്ദേഹം ഒരു സാധാരണ ഒരു ടീഷർട്ടും മറ്റേ പജാമാസ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഐ എം നോട്ട് യൂസ് ടു സീയിങ് സച്ച് ലേഡ് ബാക്ക് ആയിട്ടുള്ള അങ്ങനെ ആൾക്കാരെ കണ്ട് ശീലമില്ല. ഇത് കൊള്ളാലോ, പുള്ളി ഭയങ്കര ചില്ലാണല്ലോ. അന്ന്
അവിടുന്ന് അന്ന് ഞാൻ കണ്ട ജാസിയേട്ടൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. ഒരു വ്യത്യാസമില്ല എന്നുള്ളതാ. ഹി ഹാസ് ഹിസ് ഹെഡ് വെരി ഫേം ഓൺ ഹിസ് ഷോൾഡേഴ്സ് ഇപ്പോഴും. ഒരു ഐ ഫീൽ ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യനും ഒരു ഹ്യൂമൻ ബീങ്ങും ആണ് അദ്ദേഹം. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. അദ്ദേഹത്തിന്റെ കുറെ നല്ല പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ നിന്റെ മിഴുമുനയുടെ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, അതിങ്ങനെ ജിൽ 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 അത്രയും എനർജറ്റിക് ആയിട്ട് പാടിയതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് അത്രയും എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്തത്. അത് ആ റെക്കോർഡിംഗ് സെഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ഭയങ്കര പെട്ടെന്ന് പാടി കഴിഞ്ഞു. കാരണം അതിന് ഫീമെയിലിന് അധികം ഇല്ല, വരികള് കുറച്ചല്ലേ ഉള്ളൂ. എനിക്ക് തോന്നാറുണ്ട്, പേഴ്സണലി തോന്നുന്നതാണ്, കുറച്ചുകൂടെ നന്നാക്കിയൊക്കെ പാടാമായിരുന്നു ഇന്നായിരുന്നെങ്കിൽ. കാരണം അന്ന് എക്സ്പീരിയൻസ് കുറവാണല്ലോ. പക്ഷെ രസമായിരുന്നു. ഭയങ്കര ടെൻഷൻ അടിക്കാണ്ട് റെക്കോർഡ് ചെയ്ത വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു അത്. തെമ്മാടിക്കാട്ടിലേക്ക് വന്നാലോ, ചില സാധനങ്ങൾ പറയില്ലേ അഴിഞ്ഞാടിപ്പാടി എന്നൊക്കെ പറയില്ലേ, ശരിക്കും എങ്ങനെയാണ് അത്രയും? ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഭയങ്കര എനർജി. പൈനാപ്പിൾ പെണ്ണൊക്കെ ആണെങ്കിലും അത് വെറുതെ ഇരുന്ന് പാടാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ അത് ആക്ച്വലി പാടുമ്പോ അന്ന് ജാസിയേട്ടനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഇഷാൻ ദേവ് ആണ്. ഇഷാൻ ദേവ് സിംഗർ. ഷാനാണ് എന്റെ വോയിസ് എടുത്തിട്ടുള്ളത്. അന്ന് ജാസിയേട്ടനും സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു, പക്ഷെ റെക്കോർഡ് ചെയ്തത് ഷാനാണ്. ഷാനാണ് അതിലത്തെ ഈ പല ഇംപ്രൂവൈസേഷൻസും സാധനങ്ങളും ഒക്കെ എനിക്ക് ചെറിയ ചെറിയ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഷാനായിരുന്നു. അപ്പം അത് അന്നും രസമായിരുന്നു പാടാൻ. ഇന്നും ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പാടാൻ. വെൻ ഐ ഡു മൈ കോൺസേർട്സ് ദർ ഇസ് സംതിങ് അബൌട്ട് ദാറ്റ് സോങ്. അത് പാടുമ്പോൾ ഉള്ളൊരു, പിന്നെ അത് പാടാനും നമ്മൾ സൂക്ഷിച്ച് പാടണം. കാരണം അതിൽ കുറേ ട്രിക്കി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് വെരി മ്യൂസിക്കൽ. എല്ലാ എലിമെന്റ്സും ഒരുമിച്ച് വരുന്ന, ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണ്. സംഗതികളുള്ള പാട്ടാണ്, സംഗതികളും ഉണ്ട് പാട്ടിന്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും, ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ കൂടെയുള്ള മ്യൂസിഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യണ ഒരു ട്രാക്കാണ് തെമ്മാതെമ്മ. തെമ്മാടിക്കാറ്റ്, താന്തോന്നിക്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രസാണത്. ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയൊക്കെ കേട്ട് വരുന്നത്. അതൊക്കെ ഷാന്റെ സാധനങ്ങളാണ്. അതെന്നെ പ്ലെയിൻ ആയിരുന്നു ട്യൂണ്. അപ്പൊ ഷാനാണ് പറഞ്ഞത് ആ സാധനം പാടാനായിട്ടാണ്. പ്ലെയിൻ ആയിട്ടുള്ളതും സംഗതി വന്നതും ഒന്ന് പാടി കാണിക്കാൻ പറ്റും? പ്ലെയിൻ ആയിട്ടുള്ള സെയിം സാധനം റിപ്പീറ്റ് ആണ്. ഷാൻ പറഞ്ഞത് കിന്നാരക്കാറ്റ് ഇൻ പുന്നാരക്കാറ്റ്. അയ്യോ, ഈ ചില ഇംപ്രവൈസേഷൻസ് വരുമ്പം ഒരു സോങ്ങിന്റെ ഗതി മാറുന്നത് ഭയങ്കര ഇതാണല്ലേ. സ്റ്റിൽ ചില സിംഗേഴ്സ് ചില പാട്ടുകൾ ഭയങ്കരമായി ഓവർ ഇംപ്രവൈസ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ടോ ചിലത് കേൾക്കുമ്പോൾ? എനിക്ക് ഓവർ ഇംപ്രവൈസേഷൻ പേഴ്സണലി എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. കുറച്ചൊക്കെ ആവശ്യത്തിന് ചെയ്യുന്നത് രസമാണ്. ഭയങ്കരമായിട്ട് ചെയ്യുമ്പോ എനിക്ക് ഐ എം നോട്ട് എ ബിഗ് ഫാൻ. അതെന്റെ ഒരു ജസ്റ്റ് പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എന്റെ ഒരു പേഴ്സണൽ ടേക്ക് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് കോംപ്ലിക്കേഷൻ ഇസ് വാട്ട് മേക്സ് എ സോങ് ബ്യൂട്ടിഫുൾ. കോംപ്ലിക്കേഷൻ ഒരു ബ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു പാട്ട് നമ്മുടെ മനസ്സിലാണ് ആദ്യം കൊള്ളേണ്ടത് എന്നാണ് എൻ്റെ ഒരു, ഇറ്റ്സ് എ വെരി പേഴ്സണൽ ടേക്ക് ഓഫ് മൈൻ. എ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ഡിസഗ്രി വിത്ത് മീ, അതെനിക്കറിയാം. പക്ഷെ ഒരു പാട്ടിനൊരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ ആ പാട്ടിൻ്റെ ഒരു എലമെന്റ്സ് കാണിക്കാനായിട്ട് ഇംപ്രൂവൈസ് ചെയ്യുന്നത് ഓക്കെ ആണ്. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് ടൂ മച്ച്, അത് അവിടെ ഒരു കഴിവ് തെളിയിക്കലാവുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ ക്യാൻ ഡു ദിസ് എന്ന് കാണിക്കുന്ന പോലത്തെ ഒരു സാധനം. സോ ഐ തിങ്ക് എന്തിനാണെങ്കിലും ഒരു ബാലൻസ് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദർ ഹാസ് ടു ബി എ ബാലൻസ് വെൻ യു ആർ ഇംപ്രൂവൈസിങ്. ദർ ഹാസ് ടു ബി എ ബാലൻസ് ഇൻ ലൈഫിൽ തന്നെ. ഒരു ബാലൻസ് എല്ലാ കാര്യത്തിനും വേണം. അപ്പം ഐ എം നോട്ട് ഹെവിലി ഇൻ ടു എക്സ്ട്രീം ഇംപ്രൂവൈസേഷൻസ്. പലരും ഇൻഫ്ലുവൻസ്ഡ് ആവണത് ഇപ്പൊ ഹരിഹരൻ സാറിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ഓൺ സ്റ്റേജ് ഇംപ്രൂവൈസേഷൻസ് ആണ്. പക്ഷെ ഹരിജി പാടുമ്പോ അതിങ്ങനെ വെള്ളം പോലെ വരും. നമ്മൾ അറിയില്ല, വന്നതും പോയതും ഒന്നും നമ്മൾ അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ
പലപ്പോഴും വാട്ട് ഹാപ്പൻസ് ഇസ് അതൊരു ഇറ്റ് ബിക്കംസ് ഒരു ഷോ ഓഫ്. ഈ പറഞ്ഞ മാതിരി എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം ആ ഒരു സ്പേസിൽ തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന. അപ്പൊ ഐ ഫീൽ അങ്ങനെ ചെയ്യുമ്പോൾ പാട്ടിന്റെ ഒരു സോള് നഷ്ടപ്പെടും ഇസ് വാട്ട് ഐ ഫീൽ. അത് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ അറിയാണ്ട് അങ്ങനെ വരണം, ആരും അറിയാണ്ട് വരണം. എന്താ സംഭവിച്ചേ ആ ഒരു രീതി പോണം അല്ലേ? ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു 25 വർഷത്തോളമായി നമ്മൾ കരിയർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ നോക്കുമ്പോ ഏറ്റവും വലിയ ലെസൺ എന്തായിരിക്കും കിട്ടിയിട്ടുള്ളത്? ലൈക്ക് പഠിച്ചെടുക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ല കാര്യം. നമ്മൾ ഈ ഇൻഡസ്ട്രിയിലാകുമ്പോൾ പൊതുവെ ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫ് ഇസ് ഫിൽഡ് വിത്ത് ഇൻസെക്യൂരിറ്റീസ്. കാരണം ഇതൊരു 9 to 5 ജോബ് പോലെ അല്ലല്ലോ. നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് പോലെയാണ്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് വർക്ക് വരും, ചിലപ്പോൾ വർക്ക് വരില്ല. വാട്ട് ഐ എം സീയിങ് ടുഡേ എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയും പിയർ പ്രഷറും ഈ മ്യൂസിഷ്യൻസിനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആക്കുന്ന ഒരു കാലമാണിത്. നിങ്ങൾ കോണ്ടന്റ് ഇട്ടാലേ നിങ്ങൾക്ക് റെലവൻസ് ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയമാണ്. ബട്ട് സംതിങ് ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. നത്തിങ് ഇസ്, ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ. കാരണം നമുക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ അത് വളഞ്ഞ് തിരിഞ്ഞ് അന്റാർട്ടിക്ക വഴിയാണെങ്കിലും അത് നമ്മളുടെ അടുത്ത് എത്തും. ആ ഒരു സെക്യൂരിറ്റി, ആ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടെങ്കിൽ ഹാഫ് ഓഫ് അവർ പ്രോബ്ലംസ് ആർ സോൾവ്ഡ്. അത് ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും അതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കും, ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പറയും, 25 വർഷമായിട്ട് പാടിക്കൊണ്ടിരുന്നിരുന്ന കഥ പറയുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ വിചാരിച്ചത് ഞാനൊരു 9, 10 പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ BEd എടുക്കും, ടീച്ചറാവും. ഒന്നിലെ കോളേജില് അല്ലെങ്കിൽ സ്കൂളില് ടീച്ചർ. എന്റെ എയിം അതായിരുന്നു ലൈഫില്. ഈ ഒരു പാട്ട് പാടുക, കേക്ക് ആസ്വദിക്കാന്നല്ലാണ്ട് ഒരു സാധനം എനിക്ക് അബദ്ധത്തിൽ പോലും എന്റെ തലയിൽ കൂടെ പോയിട്ടില്ല. പോയിട്ടില്ല പറയാ. ബട്ട് സീ വെയർ ലൈഫ് ഹാസ് ഗോട്ടൻ മീ ഹിയർ. അപ്പം എന്താ വെച്ചാല് ഇഫ് ഇറ്റ് ഈസ് മെന്റ് ഫോർ യു ഇറ്റ് വിൽ കം ടു യു. ബാക്കിയെല്ലാം ഒരു നോയ്സാണ്. അത് ആ ഒരു ഫെയ്ത്ത് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, വേണ്ടെന്നല്ല ഞാൻ പറയണത്. നമ്മൾ പാട്ട്, നമ്മുടെ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ നോക്കണം. പഠിക്കാൻ പറ്റുമ്പോൾ ഒക്കെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള സ്പേസ് വരുമ്പോൾ അത് ചെയ്യണം. ദാറ്റ്സ് ഓൾ. നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു. പക്ഷേ ലീവ് ദ റെസ്റ്റ് എന്നുള്ള. കാരണം നമ്മളൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യുനോ, സോ ഐ ഫീൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് ഡീപ് ഫെയ്ത്ത് ദാറ്റ് വാട്ട് ഈസ് ഫോർ യു വിൽ ഓൺലി കം ടു യു. അത് ആരെങ്കിലും പാര വെച്ച ഒരു ഓപ്പർച്യൂണിറ്റി വരാനുള്ളത് പോയിച്ചോളൂ. It was not meant for you. You were not meant to do it. It was not in your destiny to do it. വിഷമുള്ള കാര്യമാണോ 100% വിഷമം വരും. പക്ഷെ there is something even better waiting for you. നമ്മൾ ഈ നെഗറ്റീവ് ആലോചിക്കുന്ന പോലെ നമുക്ക് പോസിറ്റീവ് ആലോചിച്ചൂടെ? നമ്മുടെ മൈൻഡിന് അതും പറ്റുമല്ലോ. സോ ദിസ് ഇസ് സംതിങ്. അതായത് മൈ ടേക്ക്, ഞാൻ പഠിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ സ്പേസ് ഓക്കെ ആക്കി വെക്കാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുക, മാക്സിമം ശ്രമിക്കുക. അപ്പൊ എല്ലാം ശരിയായിക്കോളും. അന്ന് അബദ്ധത്തിൽ പോലും ഇതൊക്കെ സ്വപ്നം കാണാത്തൊരു കുഞ്ഞു ജോത്സ്നി, ആ കുഞ്ഞു ജോത്സ്നി ഇപ്പൊ അത് ഫ്രണ്ട് ചെയ്ത് എന്തോ പറയും അതിനോട്? It's a sweet question. We did it. പല പല വഴികൾ താണ്ടിയാണെങ്കിലും അവസാനം ഇങ്ങനെയൊക്കെ എത്തിയല്ലേ. അപ്പോൾ very grateful for where I am and all my experiences. ഇളയരാജ, ദാസേട്ടൻ, ആ ഒരു കോമ്പിനേഷനിൽ ഒന്ന് മെല്ലെപ്പാടി. ലൈക്ക് ഭയങ്കര രസമുള്ളൊരു പാട്ട്. ഓൺ സ്ക്രീൻ ഷീലാമ്മ, തൊട്ടടുത്ത് ജയറാമേട്ടൻ, നയൻതാര, ആ ഒരു സോങ് ഈ നേരത്തെ പറഞ്ഞ സാധനമാണ്. അതായത് നമുക്ക് വരാനുള്ളത് വളഞ്ഞു മൂക്കി പിടിച്ചാണെങ്കിലും വരും എന്ന് അറിയില്ലേ, അതുപോലെ വന്നതാണ് ഇത്. ഐ നെവർ തോട്ട്. ഇളയരാജ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേറെ ഡയമെൻഷനാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പുള്ളിയുടെ കൂടെ ഒരു സ്പേസിൽ ബ്രീതിങ് ദ സെയിം എയർ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം സത്യൻ സാറാണ് വിളിച്ചത് റെക്കോർഡിങ്ങിന്.
വി വെൻ ടു ചെന്നൈ. അദ്ദേഹത്തിന്റെ പ്രസാദ് സ്റ്റുഡിയോസിൽ പോയിട്ട് ഞാൻ ഒരു കീർത്തനം പാടി അദ്ദേഹത്തിന്റെ മുമ്പില്. എന്നിട്ട് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വോയിസ് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയപ്പോ ദാസ് സാർ ഓൾറെഡി പാടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടിയതാണ്. ആൻഡ് ഇറ്റ് അത്രേ ഉള്ളൂ, ഡെസ്റ്റിനി ആണ്. ആൻഡ് ഹി വാസ്, ഞാൻ കുറെ കേട്ടിട്ടുണ്ട് രാജ സാർ ഭയങ്കര സ്ട്രിക്ട് ടാസ്ക് മാസ്റ്റർ ആണ്, ഭയങ്കര ടെറർ ആണ് എന്നൊക്കെ. അതിലേക്ക് വരായിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഹി വാസ് വെരി നൈസ്. ബിക്കോസ് എനിക്കൊരു കുട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതൊരു പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. പക്ഷേ ഹി വാസ് വെരി നൈസ് ടു മീ. ആൻഡ് പെട്ടെന്ന് തീർന്നു. റെക്കോർഡിംഗ് വാസ് ഡൺ ഇൻ ഒരു 30 minutes ടൈം. ബിക്കോസ് രാജസാറിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് എന്താ വേണ്ടെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട ടേക്ക് കിട്ടുമ്പോൾ ഓക്കെ നെക്സ്റ്റ് 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 അങ്ങനെ എടുത്തെടുത്താ പോയിരുന്നെ. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ഞാൻ പാടിയ പാട്ടുകളിൽ ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് ഔട്ട് ഫോർ മീ ദാറ്റ് ഐ സാങ് ഫോർ എ കമ്പോസർ ലൈക്ക് രാജ സർ. ആൻഡ് ദാസ് സാറിന്റെ കൂടെയുള്ള ഡ്യുവറ്റ്, ഇറ്റ് വിൽ ഓൾവേസ് ബി very special memory for me ശരിക്കും. പാട്ടുകൾ എന്ന് പറയുന്ന ആ ഒരു ജേർണി ഉണ്ടല്ലോ, ഈ ജേർണിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കൂടെ കൂട്ടുന്നൊരു പാട്ട് ഏതായിരിക്കും? ഐ നോ ഞാൻ പാടിയതിലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം, എന്നാലും ഓക്കെ, ജോസിന് പാടിയ ഒരു 5 പാട്ട് അല്ലെങ്കിൽ 3 പാട്ട് ഒന്ന് കേൾക്കാനായിട്ട് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ? അങ്ങനെ സുഖമാണി നിലാവ്, കറുപ്പനഴക്, വേൽച്ചില്ല. ഞാൻ ആക്ച്വലി അൽഫോൺസേട്ടന്റെ ഒരു നല്ലൊരു മെലഡി പാടിയിട്ടുണ്ട് ജലോത്സവം എന്ന് പറഞ്ഞ സിനിമയിൽ. പക്ഷെ അത് അങ്ങനെ അത്ര പോപ്പുലർ അല്ല ആ പാട്ട്. കണ്ണീരിന്റെ കായൽ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട്. ആൻഡ് റഫ്താര. ഇതഞ്ചും ആയിരിക്കും എന്റെ പാട്ടുകള് കേൾക്കണമെങ്കിൽ. ഞാൻ മേ ബി ആദ്യം നിങ്ങൾ ഇത് കേട്ടോളൂ, ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് തെമ്മ പറഞ്ഞു. തെമ്മ